അരൂർ തുറവൂർ ഫ്ലൈ ഓവർ നിർമ്മാണ മേഖലയിൽ തുടർക്കഥയായ അപകടമരണങ്ങൾ. അപകടങ്ങൾക്ക് കാരണം കരാർ കമ്പനിയുടെ അനാസ്ഥയാണെന്ന് നാട്ടുകാരുടെ ആക്ഷേപം. ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും അവയൊന്നും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിർമ്മാണം തുടങ്ങി 2 വർഷം പിന്നിടുമ്പോൾ ഇതുവരെ പൊലിഞ്ഞത് 40-ലധികം ജീവനുകൾ. ഈ വർഷം മാത്രം 9 പേരാണ് ഇവിടെ മരിച്ചു വീണത്. അരൂർ തുറവൂർ ഉയരപ്പാറ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ ഇതുവരെ പൊലിഞ്ഞ ജീവനുകളുടെ കണക്കുകളാണിത്. 2023 മുതലാണ് ഫ്ലൈ ഓവർ നിർമ്മാണം ആരംഭിക്കുന്നത്. നിർമ്മാണത്തിൻ്റെ ആരംഭഘട്ടത്തിൽ റോഡിനരികിലെ വൈദ്യുതി പോസ്റ്റുകളോ ട്രാൻസ്ഫോർമറുകളോ നീക്കം ചെയ്തിട്ടില്ല. ഇരുവശങ്ങളിലെയും ഓടകളുടെ നിർമ്മാണവും നടത്തിയിട്ടില്ല. ചുരുക്കത്തിൽ ഇത്ര വലിയ പദ്ധതിക്ക് വേണ്ട യാതൊരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല. 2 പേരുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവിടെ 30 കിലോമീറ്റർ സ്പീഡിലേ പോകാവുള്ളൂ എന്ന് വാണിംഗ് അവർ കൊടുത്തിട്ടുണ്ട്. അത് ആ മാനദണ്ഡം പാലിക്കുന്നില്ല പല വാഹനങ്ങളും. അതിവിടെ കോൺക്രീറ്റ് മിക്സിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നിരന്തരം വാഹനങ്ങൾ വന്ന് തിരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത് നിയന്ത്രിക്കാൻ ഒരാളിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ട്. പലപ്പോഴും ഇവിടെ ഉണ്ടാകാറില്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അവരത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല. ഇതൊക്കെ അപകടം ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ ചെറുതും വലുതുമായി ഏകദേശം 8 കിലോമീറ്റർ ദൂരപരിധിയിൽ മാത്രം 50ഓളം അപകടങ്ങൾ. 2024 മാത്രം 111 അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 24 മരണവും. ഇപ്പോൾ കടവരങ്ങോട്ട് 1 വർഷമാകാൻ പോകുന്നു. അതിനിടയ്ക്ക് എൻ്റെ നോട്ടത്തിലൊരു 10-15 ചെറുപ്പക്കാർ മരിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ ഇവരുടെ നിയന്ത്രണത്തുള്ള അപാകതയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും ഒരു കറക്റ്റായിട്ടുള്ള തീരുമാനത്തിൻ്റെ പുറത്തല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ നിർമ്മാണത്തിന് എതിരല്ല, ഞാൻ പറയുകയാണ്. നിർമ്മാണങ്ങൾ എപ്പോഴും നല്ലതാണ്, പക്ഷേ അത് ഒരിക്കലും അതൊരു മനുഷ്യജീവൻ കളഞ്ഞുകൊണ്ടായിരിക്കരുതെന്ന് മാത്രം. നിർമ്മാണ മേഖലയെ ബാരിക്കേഡ് കെട്ടി 2ആയി തിരിച്ചതോടെ റോഡിൻ്റെ വീതിയും കുറഞ്ഞു. തെരുവ് വിളക്കുകൾ ഇല്ലാത്തതും രാത്രികാലങ്ങളിൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു. വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അവയൊന്നും റോട്ടിൽ നടപ്പിലാകുന്നില്ല. കമ്പനിയുടെ അനാവസ്ഥയാണ് കൂടുതലും കാണിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ഇതാണ് ഇവർ കാണിക്കുന്നത്. ചെറിയ പിള്ളേരാണ് വന്ന് ബ്ലോക്ക് ചെയ്യുക, തോന്നിയ ദിവസം പോലെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുക. അങ്ങനെയാണ് ഈ അപകടങ്ങൾ ഇവിടെ കൂടുതലുണ്ടാകുന്നത്. കമ്പനിയുടെ സ്ഥലത്ത് പല രീതിയിൽ പ്രാവശ്യം ഞങ്ങൾ ഇത് പറഞ്ഞതാണ്. അവരൊന്നും ഒരു പുല്ലുവില ഇതിന് കൽപ്പിക്കുക. അപകടത്തിൽപ്പെടുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം കരാർ കമ്പനിക്കാരോ സർക്കാരോ ലഭ്യമാക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഈ വർഷം ഇതുവരെ 16 അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിയന്ത്രണങ്ങൾ ഇനിയെങ്കിലും ശക്തമായി നടപ്പിലാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും നിരത്തിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കും. ന്യൂസ് മലയാളം, ആലപ്പുഴ.